2024 വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഇതിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇവ മൂന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ വാതകം, ഓപ്ഷൻ ബി ഇന്ധനം, ഓപ്ഷൻ സി താപം, ഓപ്ഷൻ ഡി ജലം. ആദ്യം നമുക്ക് ഈ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഈ ഫയർ ട്രയാങ്കിൾ അല്ലെങ്കിൽ അഗ്നി ത്രികോണം എന്നത് ഒരു തീ ഉണ്ടാക്കാനും അത് നിലനിൽക്കാനും ആവശ്യമായ 3 പ്രധാന ഘടകങ്ങളെ വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രീയ തത്വമാണ്. ഇപ്പം ഫയർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഒരു തീ ഉണ്ടാകാനും അത് നിലനിൽക്കാനും ആവശ്യമായ 3 പ്രധാന ഘടകങ്ങളെ വിശദീകരിക്കുന്ന ലളിതമായ ഒരു ശാസ്ത്രീയ തത്വമാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു തീ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം? ഇന്ധനം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ആ തീ നിലനിൽക്കാൻ താപം ആവശ്യമുണ്ട്, അതുപോലെ ഓക്സിജനും ആവശ്യമുണ്ട്. അപ്പം ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം എന്ന് പറയുന്നത് ജലമായിരിക്കും. ജലം ഉണ്ടെങ്കിൽ ഒരിക്കലും തീ ഉണ്ടാവില്ല, അത് നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ഓക്സിജൻ വാതകം, ഇന്ധനം, താപം എന്നിവ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടാത്ത ഘടകമാണ് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ജലം. ഇന്ധനം, ഫ്യൂവല് കത്താൻ ആവശ്യമായ വസ്തുക്കളാണിവ. ഉദാഹരണത്തിന് വിറക്, പേപ്പർ, പെട്രോൾ, ഗ്യാസ്, തുണി എന്നിവയാണ് ഇന്ധനം എന്ന് പറയുന്നത്. താപം എന്ന് പറയുന്നത് ഇന്ധനത്തിന് തീ പിടിക്കാൻ ആവശ്യമായ ചൂട് അല്ലെങ്കിൽ ഊർജമാണിത്. ഉദാഹരണത്തിന് തീപ്പൊരി, സൂര്യപ്രകാശം, മറ്റ് തീജ്വാലകൾ ഇതൊക്കെ താപത്തിൽ വരും. ഓക്സിജൻ, തീ കത്താൻ സഹായിക്കുന്ന വായുവിലെ വാതകമാണിത്. അന്തരീക്ഷത്തിൽ സാധാരണയായി കാണുന്ന ഓക്സിജന്റെ സാന്നിധ്യം തീ കത്താൻ അത്യാവശ്യമാണ്. അതുപോലെ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ അപ്പം ഓക്സിജൻ വാതകം, ഇന്ധനം, താപം എന്നീ 3 ഘടകങ്ങളും വരും. അഗ്നിശമന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ത്രികോണത്തിലെ ഏതെങ്കിലും ഒരു ഘടകത്തെ ഇല്ലാതാക്കുക എന്ന തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. അഗ്നിശമന പ്രവർത്തനങ്ങള് ഈ ഫയർ ട്രയാങ്കിൾ കോൺസെപ്റ്റിലെ ഏതെങ്കിലും ഒരു ഘടകത്തെ ഇല്ലാതാക്കുക. ഈ ഒരു ഘടകം ഇല്ലാതായാൽ ആ തീ തനിയെ കെടുന്നാണ് പറയുന്നത്. താപം ഇല്ലാതാക്കുക, തീയിലേക്ക് വെള്ളം ഒഴിച്ചതിലെ ചൂട് കുറയ്ക്കുമ്പോൾ തീ കെട്ടുപോകുന്നു. ഓക്സിജൻ ഇല്ലാതാക്കുക, തീക്ക് മുകളിലേക്ക് ഫയർ ബ്ലാങ്കറ്റ് ഇടുകയോ കാർബൺ ഡൈ ഓക്സൈഡ് അടിക്കുകയോ ചെയ്യുമ്പോൾ വായു സഞ്ചാരം തടസ്സപ്പെടുകയും തീ കെടുകയും ചെയ്യും. ഇന്ധനം ഇല്ലാതാക്കുക, കത്താൻ ബാക്കിയുള്ള വസ്തുക്കൾ മാറ്റുക. ഉദാഹരണത്തിന് ഗ്യാസ് സിലിണ്ടറിന്റെ വാൽവ് അടച്ച് ഇന്ധന ലഭ്യത തടയുമ്പോൾ തീ തനിയെ കെടും. ഇതാണ് ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 82ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരി ഏത്? ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കൂടുതലാകുന്നു. ഓപ്ഷൻ ബി ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ഓപ്ഷൻ സി ജ്വലനശേഷി കുറഞ്ഞ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറവുള്ളതാകുന്നു. ഓപ്ഷൻ ഡി ജ്വലനശേഷിയുള്ള ദ്രാവകത്തിന്റെ താപം ഫ്ലാഷ് പോയിന്റ് എത്തിയാൽ ആയത് സ്വയം കത്തിപ്പടരുന്നു. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ജ്വലനശേഷി എന്താന്ന് നോക്കാം. ജ്വലനശേഷി എന്നാൽ ഒരു വസ്തുവിന് എത്രത്തോളം എളുപ്പത്തിൽ തീ പിടിക്കാനും കത്തുവാനും സാധിക്കും എന്നതിന്റെ അളവാണ്. ഒരു വസ്തുവിന് എത്രത്തോളം എളുപ്പത്തിൽ തീ പിടിക്കാനും കത്തുവാനും സാധിക്കും എന്നതിന്റെ അളവാണ് ജ്വലനശേഷി. ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്ന ഒരു വസ്തു എത്ര വേഗത്തിലും എളുപ്പവും കത്താൻ തുടങ്ങുന്നുവോ ആ സ്വഭാവത്തെയാണ് അതിന്റെ ജ്വലനശേഷി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്ന ഒരു വസ്തു എത്ര വേഗത്തിലും എളുപ്പത്തിലും കത്താൻ തുടങ്ങുന്നുവോ ആ സ്വഭാവത്തെയാണ് അതിന്റെ ജ്വലനശേഷി എന്ന് വിളിക്കുന്നത്. ഇനി ഫ്ലാഷ് പോയിന്റ് എന്താന്ന് നോക്കാം. ഫ്ലാഷ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദ്രാവകം കത്താൻ ആവശ്യമായ അളവിൽ വാതകം പുറത്തുവിടുന്ന ഏറ്റവും കുറഞ്ഞ താപനില. ഫ്ലാഷ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ദ്രാവകം കത്താൻ ആവശ്യമായ അളവിൽ വാതകം പുറത്തുവിടുന്ന ഏറ്റവും കുറഞ്ഞ താപനില. ഒരു ദ്രാവകത്തിന് ജ്വലനശേഷി എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം കുറഞ്ഞ താപനിലയിൽ തന്നെ അത് വായുവുമായി കലർന്ന് കത്താൻ പാകത്തിനുള്ള വാതകങ്ങൾ പുറത്തുവിടും. എന്ന് വെച്ചാൽ ഒരു ദ്രാവകത്തിന് ജ്വലനശേഷി എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം കുറഞ്ഞ താപനിലയിൽ കുറഞ്ഞ ഫ്ലാഷ് പോയിന്റില് തന്നെ അത് വായുവുമായി കലർന്ന് കത്താൻ പാകത്തിനുള്ള വാതകങ്ങൾ പുറത്തുവിടും.
ഏറ്റവും കൂടുതൽ ജ്വലനശേഷിയുള്ള പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് -43 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും കൂടുതൽ ജ്വലനശേഷിയുള്ള പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് -43 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെന്നാണ് പറയുന്നത്. അതായത് വളരെ കുറഞ്ഞ തണുപ്പുള്ള അവസ്ഥയിൽ പോലും പെട്രോൾ കത്താൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നുവെച്ചാല് അത് എവിടെ നിന്നും എത്ര കുറഞ്ഞ തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ പോലും പെട്രോൾ ഉടനെ കത്തുന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. അപ്പം ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞതാകുന്നു. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ഓപ്ഷനും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ജ്വലനശേഷിയുള്ള ദ്രാവകത്തിന്റെ താപം ഫ്ലാഷ് പോയിന്റിൽ എത്തിയാൽ ആയത് സ്വയം കത്തിപ്പടരുന്നു. അപ്പം ഫ്ലാഷ് പോയിന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്നൊരു തീയോ തീപ്പൊരിയോ കൊടുത്താൽ മാത്രമാണ് അത് കത്തുകയുള്ളൂ. ഫ്ലാഷ് പോയിന്റിൽ എത്തിയ പെട്ടെന്ന് അത് കത്തുന്നല്ല പറയേണ്ടത്. അത് ഫ്ലാഷ് പോയിന്റിൽ എത്തുമ്പോൾ പുറത്തു നിന്നൊരു തീയോ തീപ്പൊരിയോ കൊടുത്താൽ മാത്രമേ കത്തുകയുള്ളൂ. പുറത്തുനിന്ന് ഒരു സഹായവും ഇല്ലാതെ ഒരു വസ്തു സ്വയം കത്തിപ്പടരുന്ന താപനിലയെ ഫ്ലാഷ് പോയിന്റ് എന്നല്ല പറയുന്നത്, ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പം പുറത്തു നിന്ന് ഒരു സഹായവും ഇല്ലാതെ ഒരു വസ്തു സ്വയം കത്തിപ്പടരുന്ന താപനില എന്ന് പറയുന്നത് ഫ്ലാഷ് പോയിന്റ് അല്ല, അത് ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പം ജ്വലനശേഷിയും ഫ്ലാഷ് പോയിന്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു എന്നാണ് കറക്റ്റ് ആൻസർ. 83ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏതു പേരിൽ സൂചിപ്പിക്കുന്നു? ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏതു പേരിൽ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ താപധാരിത, ഓപ്ഷൻ ബി ലീനതാപം, ഓപ്ഷൻ ബി ദ്രവീകരണ ലീനതാപം, ഓപ്ഷൻ സി വിശിഷ്ട താപധാരിത, ഓപ്ഷൻ ഡി ബാഷ്പീകരണ ലീനതാപം. ഇതിൽ കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി വിശിഷ്ട താപധാരിതയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. വിശിഷ്ട താപധാരിത എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് മാസ് ഉള്ള വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത. അപ്പോൾ ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെയാണ് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ഇവിടെ യൂണിറ്റ് മാസ് എന്ന് കൃത്യമായിട്ട് പറയില്ല. എത്രയാണോ യൂണിറ്റ് മാസ് എന്ന് കൃത്യമായിട്ട് പറയില്ല. ഒരു വസ്തുവിന്റെ ആകെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്താൻ വേണ്ട താപത്തെയാണ് താപധാരിത എന്ന് പറയുന്നത്. വിശിഷ്ട താപധാരിത എന്ന് വെച്ചാൽ ഒരു വസ്തുവിന് ചൂടാകാൻ എത്രത്തോളം മടിയുണ്ട് എന്ന് അളക്കുന്നതാണ്. ചില വസ്തുക്കൾ ചൂടാകാൻ വലിയ മടിയാണ്, അതിനൊരു താപം കൊടുക്കേണ്ടി വരും. ചിലവ പെട്ടെന്ന് ചൂടാവും. ഉദാഹരണത്തിന് വെയിലത്ത് ഒരു ഇരുമ്പ് കഷ്ണം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് തൊട്ട് നോക്കിയാൽ ഇരുമ്പ് കഷ്ണം അസഹ്യമായി ചൂടായിട്ടുണ്ടാകും, പക്ഷെ വെള്ളം അത്രത്തോളം ചൂടായിട്ടുണ്ടാവില്ല. ഇരുമ്പിന്റെ വിശിഷ്ട താപധാരിത കുറവാണ്, അതുകൊണ്ട് കുറഞ്ഞ ചൂട് കിട്ടിയപ്പോഴേക്കും അതിന്റെ ഊഷ്മാവ് പെട്ടെന്ന് കൂടി. എന്നാൽ വെള്ളത്തിന്റെ വിശിഷ്ട താപധാരിത കൂടുതലാണ്, അതുകൊണ്ട് വെള്ളത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയരണമെങ്കിൽ പോലും അതിന് ഒരുപാട് താപം വലിച്ചെടുക്കേണ്ടി വരുന്നു. ഇതാണ് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ശാസ്ത്രീയമായി അളക്കാൻ വേണ്ടി ഒരു നിശ്ചിത അളവ്, ഒരു യൂണിറ്റ് മാസ്, ഉദാഹരണത്തിന് ഇപ്പോൾ 1 കിലോഗ്രാം വസ്തു എടുക്കുന്നു. അതിന്റെ ചൂട് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ നമ്മൾ എത്രത്തോളം താപം കൊടുക്കണം എന്ന് നോക്കുന്നതാണ് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ഇനി താപധാരിത എന്താണെന്ന് നോക്കാം. താപധാരിത എന്ന് വെച്ചാൽ ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ഒരു വസ്തുവിന്റെ താപനില മൊത്തത്തിൽ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ ആകെ താപത്തിന്റെ അളവാണ് താപധാരിത എന്ന് പറയുന്നത്. അപ്പം വിശിഷ്ട താപധാരിതയിൽ നമ്മൾ 1 കിലോഗ്രാം എന്നാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഒരു യൂണിറ്റ് മാസ് എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ താപധാരിതയിൽ വസ്തുവിന്റെ അളവ് എത്ര വേണമെങ്കിലും ആകാമെന്നാണ് പറയുന്നത്.
അപ്പോൾ കയ്യിലിരിക്കുന്ന ആ വസ്തുവിൻ്റെ ചൂട് 1 ഡിഗ്രി കൂട്ടാൻ എത്ര താപം വേണമെന്ന് മാത്രമേ താപധാരിതയിൽ കണക്കാക്കുന്നുള്ളൂ. ഇനി ദ്രവീകരണ ലീനതാപം. ദ്രവീകരണ ലീനതാപം എന്നാൽ ലളിതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ടി വസ്തുവിനെ, ഒരു സോളിഡ് ആയിട്ടുള്ള വസ്തുവിനെ അതിൻ്റെ ഊഷ്മാവ് ഒട്ടും കൂട്ടാതെ പൂർണ്ണമായും ദ്രാവകമാറ്റി ലിക്വിഡ് ഫോമിലേക്ക് മാറ്റാൻ കൊടുക്കേണ്ടി വരുന്ന താപത്തിനെയാണ് ദ്രവീകരണ ലീനതാപം എന്ന് പറയുന്നത്. അപ്പം ദ്രവീകരണ ലീനതാപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു കട്ടിയുള്ള, ഒരു സോളിഡ് ആയിട്ടുള്ള വസ്തുവിനെ അതിൻ്റെ ഊഷ്മാവ് ഒട്ടും കൂട്ടാതെ പൂർണ്ണമായി ദ്രാവകമാക്കി മാറ്റാൻ കൊടുക്കേണ്ടി വരുന്ന താപമാണ് ദ്രവീകരണ ലീനതാപം എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ഫ്രിഡ്ജിൽ നിന്നും 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ഐസ് കട്ട എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുക. അത് അന്തരീക്ഷത്തിൽ നിന്നും ചൂട് വലിച്ച് എടുത്ത് ഉരുകാൻ തുടങ്ങും. ഐസ് കട്ട മുഴുവനായി ഉരുകി വെള്ളമാകുന്നവരെ ആ വെള്ളത്തിന്റെ ഊഷ്മാവ് പരിശോധിച്ചാൽ അത് 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ചൂട് വെള്ളത്തിന്റെ താപനില കൂട്ടുകയല്ല ചെയ്യുന്നത്, പകരം അത് ഐസിനെ വെള്ളമാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐസ് പൂർണ്ണമായിട്ടും വെള്ളമായി കഴിഞ്ഞാൽ മാത്രമാണ് ഈ താപനില ഉയരുകയുള്ളൂ എന്ന് നോക്കുക. അപ്പം ദ്രവീകരണ ലീനതാപം എന്നാൽ ഒരു കട്ടി വസ്തുവിനെ അതിൻ്റെ ഊഷ്മാവ് ഒട്ടും കൂട്ടാതെ പൂർണ്ണമായും ദ്രാവകമാക്കി മാറ്റാൻ കൊടുക്കേണ്ടി വരുന്ന താപത്തിനെയാണ് ദ്രവീകരണ ലീനതാപം എന്ന് പറയുന്നത്. ഇനി ബാഷ്പീകരണ ലീനതാപം നോക്കാം. ലളിതമായി പറയുകയാണെങ്കിൽ ഒരു ദ്രാവകത്തെ, ഒരു ലിക്വിഡിനെ അതിൻ്റെ ഊഷ്മാവ് ഒട്ടും കൂട്ടാതെ പൂർണ്ണമായും ആവിയായോ വാതകമായോ മാറ്റാൻ ആവശ്യമായ താപത്തിനെയാണ് ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു വസ്തുവിനെ, ഒരു ദ്രാവകത്തെ അതിൻ്റെ ഊഷ്മാവ് ഒട്ടും കൂട്ടാതെ പൂർണ്ണമായും ആവിയോ വാതകമോ ആക്കി മാറ്റാൻ ആവശ്യമായ ഒളിച്ചിരിക്കുന്ന താപമാണ് ബാഷ്പീകരണ ലീനതാപം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അടുപ്പിലൊരു പാത്രം വെച്ച് അതിൽ വെള്ളം വെച്ച് ചൂടാക്കുന്നു. വെള്ളത്തിൻ്റെ ചൂട് കൂടി 100 ഡിഗ്രി സെൽഷ്യസിലെത്തും. അതാണ് വെള്ളത്തിൻ്റെ തിളനില, ഏറ്റവും ബോയിലിംഗ് പോയിന്റിന് എത്തും. പക്ഷേങ്കിൽ ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം നിങ്ങൾ എത്രയൊക്കെ വലിയ തീ കൊടുത്താലും ആ വെള്ളത്തിൻ്റെ ചൂട് 100 ഡിഗ്രി സെൽഷ്യസിന് കൂടുതൽ വരില്ല. അപ്പം ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പം നമ്മൾ എത്ര തീ കൊടുത്താലും ആ ബോയിലിംഗ് പോയിന്റിന്റെ മുകളിലോട്ട് താപം ഉയരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഈ അധിക ചൂട് മുഴുവൻ വെള്ളത്തിന്റെ താപനില കൂട്ടാനല്ല ഉപയോഗിക്കുന്നത്, പകരം ആ വെള്ളത്തെ ആവിയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ചൂട് കൊടുക്കുന്നതിനനുസരിച്ച് ഈ വെള്ളം താപനില കൂട്ടല്ല ചെയ്യുന്നത്, ആ വെള്ളം അത് ആവിയായിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെള്ളം മുഴുവനായി ആവിയായി മാറുന്നത് വരെ താപനില മാറാതെ ഒളിച്ചിരിക്കുന്ന ആ ചൂടിനെയാണ് ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ആവിയായിട്ട് പോകുന്നു, വെള്ളത്തിന്റെ ചൂട് കൂട്ടുന്നില്ല, അത് ആവിയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ചൂടിനെയാണ് ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള തിളച്ച വെള്ളം ദേഹത്തേക്ക് വീഴുന്നതിനേക്കാൾ കൂടുതൽ മാരകമായ പൊള്ളൽ ഉണ്ടാക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള നീരാവി തട്ടുമ്പോഴാണ്. എന്തുകൊണ്ട്? നീരാവിക്ക് വെള്ളത്തേക്കാൾ കൂടുതൽ താപം അടങ്ങിയിട്ടുണ്ട്. വെള്ളം നീരാവിയായി മാറിയപ്പോൾ അതിലേക്ക് അധികമായി കയറിയ ബാഷ്പീകരണ ലീനതാപം കൂടിയാണ് നീരാവിയിൽ ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നീരാവി തട്ടുമ്പോൾ കൂടുതൽ ചൂട് ദേഹത്തേക്ക് അടിക്കുകയും വലിയ പൊള്ളൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത് മൊത്തത്തിലൊന്ന് നോക്കാം. താപധാരിത എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ചൂട് മൊത്തത്തിൽ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ട താപധാരിത. ഇതിന്റെ സ്റ്റേറ്റ് മാറുന്നില്ല, താപനില പക്ഷെ കൂടുന്നുണ്ട്. വിശിഷ്ട താപധാരിത വെച്ചാൽ കൃത്യമായ 1 കിലോഗ്രാം വസ്തുവിന്റെ ചൂട് 1 ഡിഗ്രി കൂട്ടാൻ വേണ്ട താപം. താപധാരിതയിൽ ഒരു വസ്തുവിന്റെ ചൂട് 1 ഡിഗ്രി കൂട്ടാൻ വേണ്ട താപമാണ്. വിശിഷ്ട താപധാരിതയിൽ കൃത്യമായ 1 കിലോഗ്രാം വസ്തുവിന്റെ ചൂട് 1 ഡിഗ്രി കൂട്ടാൻ വേണ്ട താപം. ഇതിൽ താപനില കൂടുന്നുണ്ട്. ദ്രവീകരണ ലീനതാപം കട്ടിയുള്ള ഒരു വസ്തു ഉരുക്കി വെള്ളമാകാൻ വേണ്ട താപമാണ് ദ്രവീകരണ ലീനതാപം എന്ന് പറയുന്നത്. സോളിഡിൽ നിന്ന് അത് ലിക്വിഡിലേക്ക് മാറുന്നു. അപ്പം ഇതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ മാറുന്നില്ല, അതെപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും എന്ന് പറയാം. ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത് വെള്ളം തിളച്ച് ആവിയാകാൻ വേണ്ട ഒളിച്ചിരിക്കുന്ന താപമാണ്.
അപ്പം വെള്ളം തിളച്ചത് ആവിയാകാൻ വേണ്ട താപത്തിനെയാണ് ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത്. ലിക്വിഡിൽ നിന്ന് അത് ഗ്യാസിലേക്കാണ് പോകുന്നത്. ദ്രവീകരണ ലീനതാപം സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കും ബാഷ്പീകരണ ലീനതാപം ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്കും മാറുന്നു. ഇവിടെ ടെമ്പറേച്ചർ എപ്പോഴും 100°C ആയിരിക്കും, അതൊരിക്കലും മാറുന്നില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 84ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ സ്റ്റാവേഷൻ, ഓപ്ഷൻ ബി സ്മേതറിംഗ്, ഓപ്ഷൻ സി ബ്ലാങ്കറ്റിംഗ്, ഓപ്ഷൻ ഡി കൂളിംഗ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതിയാണ് ചോദിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ സ്റ്റാർവേഷൻ ആണ്. അപ്പോൾ ഒരു ഇന്ധനത്തെ ഫ്യൂവലിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ട് തീ അണയ്ക്കുന്ന രീതിയെ സ്റ്റാർവേഷൻ എന്ന് വിളിക്കുന്നു. തീക്ക് കത്താൻ ആവശ്യമായ ഭക്ഷണം നൽകാതെ അതിനെ പട്ടിണിക്കിട്ട് കെടുത്തുക എന്നാണ് സ്റ്റാർവേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. സ്റ്റാർവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ധനം മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീ കത്താൻ സഹായിക്കുന്ന വസ്തുക്കളെ മുഴുവൻ മാറ്റി തീ അണയ്ക്കുന്നു. ഉദാഹരണത്തിന് ഒരു ഗ്യാസ് സിലിണ്ടർ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്ത് ഗ്യാസിന്റെ വരവ് തടയുന്നത്, അല്ലെങ്കിൽ കാട്ടുതീ പടരുമ്പോൾ അതിന്റെ പാതയിലുള്ള മരങ്ങളും പുല്ലുകളും വെട്ടിമാറ്റി തീ പടരുന്നത് തടയുന്നത്. ഇതൊക്കെയാണ് സ്റ്റാർവേഷന്റെ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂവലിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ട് തീ അണയ്ക്കുന്ന രീതിയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി നോക്കാം, സ്മേതറിംഗ്. എന്നാൽ തീക്ക് കത്താൻ ആവശ്യമായ ഓക്സിജന്റെ വായുവിന്റെ ലഭ്യത പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് തീ അണയ്ക്കുന്ന രീതിയാണ് സ്മദറിംഗ് എന്ന് പറയുന്നത്. തീയെ ശ്വാസം മുട്ടിച്ച് കെടുത്തുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. നമ്മൾ നേരത്തെ പഠിച്ച ഫയർ ട്രയാങ്കിളിലെ അതിലെ ഓക്സിജൻ എന്ന ഘടകത്തെയാണ് ഈ രീതിയിലൂടെ ഇല്ലാതാക്കുന്നത്. അപ്പം സ്മദറിങ്ങിന്റെ ഉദാഹരണം എന്ന് വെച്ചാൽ ഫയർ ബ്ലാങ്കറ്റ്. ഒരാളുടെ ദേഹത്ത് തീ പിടിച്ചാൽ നമ്മൾ കമ്പിളി പുതപ്പ് കൊണ്ട് മൂടി പൊതിയാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തീയിലേക്ക് വായു കടക്കുന്നത് തടയപ്പെടുകയും തീ പെട്ടെന്ന് കെടുകയും ചെയ്യും. ഫയർ ബ്ലാങ്കറ്റ്. ചട്ടി അല്ലെങ്കിൽ പാത്രം കൊണ്ട് മൂടുക. അടുക്കളയിൽ ചീനച്ചട്ടിയിൽ എണ്ണയ്ക്കോ മറ്റോ തീ പിടിച്ചാൽ അതിലേക്ക് വെള്ളം ഒഴിക്കാതെ ഒരു വലിയ പാത്രം വെച്ച് മൂടുന്നില്ലേ, അതും ഇതിനുദാഹരണമാണ്. മണ്ണോ മണലോ വാരിയിടുക. ചെറിയ തീപിടുത്തങ്ങൾക്ക് മുകളിലേക്ക് നമ്മൾ മണ്ണ് അല്ലെങ്കിൽ ചാക്ക് നനച്ചിടുന്നത് വായു സഞ്ചാരം തടയാൻ വേണ്ടിയിട്ടാണ്. കാർബൺ ഡയോക്സൈഡ്. ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ അടിക്കുമ്പോൾ തീക്ക് CO2 വാതകത്തിന്റെ ഒരു പാളി ഉണ്ടാവുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നിത്യജീവിതത്തിലെ സ്മദറിങ്ങിന് ഉദാഹരണമായിട്ട് പറയുന്നത്. ഇത് തീക്ക് കത്താൻ ആവശ്യമായ ഓക്സിജന്റെ അല്ലെങ്കിൽ വായുവിന്റെ ലഭ്യത പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് തീ അണയ്ക്കുന്ന രീതിയാണ്. ഇനി അടുത്തത് ബ്ലാങ്കറ്റിംഗ്. ബ്ലാങ്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതപ്പ് പോലെ എന്തെങ്കിലും ഇട്ട് മൂടി വായു സഞ്ചാരം പൂർണ്ണമായും തടയുന്ന രീതിയാണ് ബ്ലാങ്കറ്റിംഗ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ബ്ലാങ്കറ്റിംഗ് ഉണ്ട്. ഫയർ ബ്ലാങ്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷണശാലകളിലും അടുക്കളകളിലും കാണുന്ന തീ പിടിക്കാത്ത പ്രത്യേകതരം തുണികളാണ് ഫയർ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. ഇത് തീക്ക് മുകളിലേക്ക് വിരിച്ച് മൂടുന്നത് വഴി തീ പടരാതിരിക്കുന്നു. ഇതിനാണ് ഫയർ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. ഇനി ചാക്ക് അല്ലെങ്കിൽ നനഞ്ഞ തുണി. പാചകവാതക സിലിണ്ടറിനോ മറ്റോ തീ പിടിച്ചാൽ നനഞ്ഞ ചാക്കോ കട്ടിയുള്ള തുണിയോ എടുത്ത് അതിനു ചുറ്റും വായു കടക്കാത്ത രീതിയിൽ പൊതിയുന്നതും ബ്ലാങ്കറ്റിംഗ് ആണ്. ഇനി അഗ്നിശമന പാത, ഫയർ ഫൈറ്റിംഗ് ഫോം എന്നാണ് ഇതിനെ പറയുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഓയിലിനോ തീ പിടിച്ചാൽ വെള്ളം ഒഴിച്ചാൽ കേടില്ല. അത്തരം സന്ദർഭങ്ങളിൽ തീക്ക് മുകളിലേക്ക് ഫോം അടിച്ച് പരത്തുന്നു. ഈ പത എണ്ണയ്ക്ക് മുകളിൽ ഒരു പുതപ്പ് പോലെ കിടന്ന് ഓക്സിജനെ തടയുന്നു. ഇതിനെയാണ് ശാസ്ത്രീയമായി ഫോം ബ്ലാങ്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോം ബ്ലാങ്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോളിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിൽസിന് തീ പിടിക്കുകയാണെങ്കിൽ ഫോം എന്ന് അടിച്ചിട്ട് എണ്ണയ്ക്ക് മുകളിൽ ഒരു പുതപ്പ് പോലെ ഈ പത വരുന്നു. അതിനെയാണ് ഇത് ഓക്സിജനെ തടയുന്നു. ഇതിനെയാണ് ഫോം ബ്ലാങ്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഫയർ ഫൈറ്റിംഗ് ഫോം എന്നാണ് ഇത് പറയുന്നത്. ഇതിൽ ഇനി വരുന്നത് കൂളിംഗ് ആണ്. കൂളിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താപം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. തീയിലെ ചൂട് പൂർണ്ണമായും കുറച്ച് തണുപ്പിക്കുക എന്നതാണ് കൂളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കത്തുന്ന വിറകിലേക്ക് വെള്ളം ഒഴിച്ച് തണുപ്പിക്കുന്നതും ഒക്കെ കൂളിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ആദ്യം മുതൽ ഒന്ന് നോക്കാം. സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്
ഇന്ധനം ഇല്ലാതാക്കുകയാണെന്നാണ് പറയുന്നത്. തീക്ക് കത്താനുള്ള വസ്തുക്കൾ മാറ്റുക അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ വരവ് തടയുകയാണ് ഇതുവഴി ചെയ്യുന്നത്. സ്മൂതറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ഇല്ലാതാക്കുന്നു, വായു സഞ്ചാരം തടഞ്ഞ് തീയെ ശ്വാസം മുട്ടിച്ച് കെടുത്തുന്നു. ബ്ലാങ്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ തടയുകയാണ് ചെയ്യുന്നത്, തീക്ക് മുകളിൽ ഒരു പുതപ്പ് പോലെ എന്തെങ്കിലും ഇട്ട് വായു തടയുന്നു ബ്ലാങ്കറ്റിംഗ്. കൂളിംഗ് എന്ന് വെച്ചാൽ താപം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, തീയിലെ ചൂട് താപനില പൂർണ്ണമായും കുറച്ച് തണുപ്പിക്കുക. താപനില പൂർണ്ണമായിട്ടും കുറച്ചിട്ട് തണുപ്പിക്കുകയാണ് കൂളിംഗ് ചെയ്യുന്നത്. 85ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? ഓപ്ഷൻ എ ചാലനം, ഓപ്ഷൻ ബി സംവഹനം, ഓപ്ഷൻ സി വികിരണം, ഓപ്ഷൻ ഡി പ്രതിഫലനം. ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി വികിരണമാണ്. വികിരണം എന്ന് വെച്ചാൽ താപം കടന്നു പോകാൻ ഒരു മാധ്യമത്തിന്റെയും ഒരു മീഡിയത്തിന്റെയും ആവശ്യമില്ലാത്ത രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. അപ്പൊ സൂര്യനും ഭൂമിക്കും ഇടയിൽ ശൂന്യാകാശമാണ്. ഈ ശൂന്യാകാശത്തിലൂടെ താപ തരംഗങ്ങളായി സഞ്ചരിച്ചാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത്. അപ്പം ഈ ഭൂമിയിൽ സൂര്യപ്രകാശം എത്തുന്നത് ശൂന്യാകാശത്തിലൂടെ താപതരംഗങ്ങളായി സഞ്ചരിച്ചാണ്. വികിരണം എന്ന് വെച്ചാൽ താപത്തിന് കടന്നു പോകാൻ ഒരു മാധ്യമത്തിന്റെയും ആവശ്യമില്ലാത്ത രീതിയാണ്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് വികിരണം വഴിയാണ്. ഇനി ചാലനം നോക്കാം. വസ്തുക്കൾ തമ്മിൽ നേരിട്ട് തൊടുമ്പോൾ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. ചാലനം എന്ന് വെച്ചാൽ ഒരു വസ്തു നേരിട്ട് തൊടുന്ന സമയത്ത് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ്. അടുപ്പത്തിരിക്കുന്ന ഇരുമ്പ് ചട്ടിയിൽ തൊടുമ്പോൾ കൈ പൊള്ളുന്നത് താപം ഇരുമ്പിലൂടെ കൈയിലേക്ക് നേരിട്ട് ചലിക്കുന്നത് വഴിയാണ്. ചാലനം എന്ന് വെച്ചാൽ വസ്തുക്കൾ തമ്മിൽ നേരിട്ട് തൊടുമ്പോൾ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. അടുപ്പത്തിരിക്കുന്ന ഇരുമ്പ് ചട്ടിയിൽ തൊടുമ്പോൾ കൈ പൊള്ളുന്നത് താപം ഇരുമ്പിലൂടെ കൈയിലേക്ക് നേരിട്ട് ചലിക്കുന്നത് വഴിയാണ് കൈ പൊള്ളുന്നത്. ഇനി സംവഹനം, വായുവിലൂടെയോ ദ്രാവകത്തിലൂടെയോ തന്മാത്രകൾ സ്വയം സഞ്ചരിച്ച് താപം എത്തിക്കുന്ന രീതി. അപ്പൊ സംവഹനം എന്ന് വെച്ചാൽ വായുവിലൂടെയോ ദ്രാവകത്തിലൂടെയോ തന്മാത്രകൾ സ്വയം സഞ്ചരിച്ച് താപം എത്തിക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാകുമ്പോൾ താഴെയുള്ള വെള്ളം ചൂടാൻ മുകളിലേക്ക് വരികയും മുകളിൽ തണുത്ത വെള്ളം താഴേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഉദാഹരണം സംവഹനത്തിന്റെ ഉദാഹരണമാണ്. വെള്ളം ചൂടാകുന്ന സമയത്ത് താഴെയുള്ള വെള്ളം ചൂടായി മുകളിലേക്ക് വരുന്നു, മുകളിൽ തണുത്ത വെള്ളം താഴേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നെ പ്രതിഫലനമാണ് പറയുന്നത്. ഇത് താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന രീതിയല്ല. പ്രകാശമോ താപമോ ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്നതിനാണ് പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശമോ താപമോ ഒരു സ്ഥലത്ത് തട്ടിയിട്ട് ഒരു പ്രതലത്തിൽ തട്ടി അത് തിരിച്ചു പോകുന്നതിനാണ് പ്രതിഫലനം എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക, ചലനം എന്ന് വെച്ചാൽ തൊടുമ്പോൾ ചൂട് മാറുന്നത്, സംവഹനം എന്ന് വെച്ചാൽ വായുവിലൂടെ വെള്ളത്തിലൂടെ ചൂട് പകരുന്നത്, വികിരണം എന്ന് വെച്ചാൽ ഒന്നിന്റെയും സഹായമില്ലാതെ ശൂന്യാകാശത്തിലൂടെ സൂര്യനിൽ നിന്ന് ചൂട് വരുന്നത്. 86ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ MSDSന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ മിനറൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ്, ഓപ്ഷൻ ബി മെറ്റീരിയൽ സെക്യൂരിറ്റി ഡാറ്റാ ഷീറ്റ്, ഓപ്ഷൻ സി മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ്, ഓപ്ഷൻ ഡി മിനറൽ സ്റ്റോക്കിംഗ് ഡാറ്റാ ഷീറ്റ്. MSDSന്റെ പൂർണ്ണ രൂപം മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പം MSDS എന്ന് വെച്ചാൽ ഒരു രാസവസ്തുക്കളോ അപകടകരമായ മറ്റു വസ്തുക്കളോ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതൽ അടങ്ങിയ ഒരു ഔദ്യോഗിക രേഖയാണ് MSDS, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ്. കമ്പനികളിലോ ലാബുകളിലോ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് MSDS നിർബന്ധമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വിവരങ്ങളാണ് ഒരു വസ്തുവിന്റെ പേര്, അപകട സാധ്യതകള്, തീപിടിക്കുമോ, ശ്വസിച്ചാൽ വിഷമാണോ എന്നത്, ഫ്ലാഷ് പോയിന്റ് തിളനിലയും, പ്രഥമ ശുശ്രൂഷ, കണ്ണിലോ തൊലിയിലോ വീണാൽ എന്ത് ചെയ്യണം എന്നുള്ളത്, തീ പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്, ഫയർ ഫൈറ്റിംഗ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന്, അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടത്, ഇതെങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഈ MSDSന്റെ ഷീറ്റിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ MSDS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് ആണ്. ആഗോളതലത്തിൽ ഒരേ മാനദണ്ഡം കൊണ്ടുവരുന്നതിനായി ഭാഗമായി GHS സിസ്റ്റം അനുസരിച്ച് ഇപ്പോൾ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് എന്ന പേര് മാറ്റിയിട്ട് സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് എന്ന് മാത്രമായിട്ട് ഇത് ചുരുക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 87, പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായി ബന്ധപ്പെട്ട് പാസിന്റെ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ എ പുൾ എയിം സ്ക്യൂസ് ആൻഡ് സീവ്, ഓപ്ഷൻ ബി പുഷ് എയിം സോർട്ട് ആൻഡ് സീവ്, ഓപ്ഷൻ സി പിക്ക് എയിം
set and sweep. Option D, put, arrange, sort and separate. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്വിഷർ എന്താണെന്ന് നോക്കാം. ഒരാൾക്കത് കയ്യിൽ ഒരു ചെറിയ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അത് അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സുരക്ഷാ ഉപകരണമാണ് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്വിഷൻ. അതൊരാൾക്ക് കൈകൾ എളുപ്പത്തിൽ എടുത്തു മാറ്റാൻ ഉപയോഗിക്കാനും കഴിയുന്ന ചെറിയ തരം അഗ്നിശമന യന്ത്രമാണ്. പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്വിഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കൈകൾ എളുപ്പത്തിൽ എടുത്തു മാറ്റാനും ഉപയോഗിക്കാനും കഴിയുന്ന ചെറിയ തരം അഗ്നിശമന യന്ത്രമാണ് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്വിഷർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പാസിന്റെ പൂർണ്ണ രൂപമാണ് ചോദിക്കുന്നത്. പാസ് എന്ന് വെച്ചാൽ പുൾ, എയിംസ്, ക്യൂസ് ആൻഡ് സ്വീപ്പ് ആണ്. ഇതിന്റെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പം പുൾ എന്ന് വെച്ചാൽ അത് പിൻവലിക്കുക. എക്സ്റ്റിങ്വിഷറിന് മുകളിലുള്ള സേഫ്റ്റി പിൻ വലിച്ചൂരി മാറ്റുക. പുൾ. എയിം, അത് ലക്ഷ്യം വയ്ക്കുക. നോസൽ അല്ലെങ്കിൽ ഹോസ് തീയുടെ മുകളിലേക്കല്ല, മറിച്ച് തീയുടെ അടിഭാഗത്തേക്ക്, അതായത് കത്തുന്ന വസ്തുവിലേക്ക് ലക്ഷ്യം വയ്ക്കുക. ക്യൂസ് എന്ന് വെച്ചാൽ അമർത്തുക. തീ അണയ്ക്കാനുള്ള രാസവസ്തു പുറത്തേക്ക് വരാൻ ഹാൻഡിൽ അമർത്തുക. സ്വീപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ പൂർണ്ണമായും അണയുന്നത് വരെ നോസൽ ഇരുവശങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വീശുക. പുൾ, എയിംസ്, ക്യൂസ് ആൻഡ് സ്വീപ്പ് എന്നാണ് പാസിന്റെ പൂർണ്ണ രൂപം. 88ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്വിഷിംഗ് മീഡിയം ഏത്? ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി പത, ഓപ്ഷൻ സി ഡ്രൈ കെമിക്കൽ പൗഡർ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഫോം ആണ്. അപ്പം എക്സ്റ്റിങ്വിഷൻ മീഡിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്രോൾ കത്തിയിട്ടുണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഇതിന് ഏറ്റവും ഉചിതമായ മീഡിയം എന്ന് പറയുന്നത് പതയാണ്, ഫോം. പെട്രോൾ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞതിനാൽ വെള്ളത്തിൽ മുകളിൽ കിടന്ന് കത്തും. പത ഒഴിക്കുമ്പോൾ അത് പെട്രോളിന് മുകളിൽ ഒരു പാളിയെ രൂപപ്പെടുകയും ഓക്സിജൻ ലഭ്യത തടഞ്ഞ് തീ പെട്ടെന്ന് അണയ്ക്കുകയും ചെയ്യും. ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് അത് പെട്രോളിന് മുകളിൽ ഒരു പാളിയായി രൂപപ്പെടുന്നു. എന്നിട്ട് ഓക്സിജൻ ലഭ്യത തടഞ്ഞ് തീ പെട്ടെന്ന് അണയ്ക്കുന്നു. മറ്റേ ഓപ്ഷൻ ആണെങ്കിൽ ജലം ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പെട്രോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ കെമിക്കൽ പൗഡർ ഇതിനെ യൂസ് ചെയ്യാം. പക്ഷെ തുറസായ സ്ഥലങ്ങളിലെ വലിയ പെട്രോൾ തീപിടുത്തങ്ങൾ വീണ്ടും കത്താതിരിക്കാൻ ഫോമാണ് ഏറ്റവും ബെസ്റ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് അടച്ചിട്ട മുറികളിലെ ചെറിയ പെട്രോൾ തീപിടുത്തങ്ങൾക്ക് ഇത് നല്ലതാണ്. എന്നാൽ കാറ്റുള്ള സ്ഥലങ്ങളിൽ ഗ്യാസ് പെട്ടെന്ന് മാറി പോകുന്നതിനാൽ പതയേക്കാൾ കാര്യക്ഷമത കുറവാണ്. പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തം കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്വിഷൻ മീഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പതയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 88ാമത്തെ ക്വസ്റ്റ്യൻ. 89ാമത്തെ ക്വസ്റ്റ്യൻ. ഗാർഹിക പാചക വാതക സിലിണ്ടറിൽ നിന്ന് LPG ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം. എന്ന് വെച്ചാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിൽ LPG ലീക്കായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടി ഒരു രാസപദാർത്ഥം ചേർക്കും. അത് ഏതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എഥനിത്തോൾ, ഓപ്ഷൻ ബി ഈഥൻ ഫ്ലൂറൈഡ്, ഓപ്ഷൻ സി ഈഥൻ ബ്യൂട്ടോൺ, ഓപ്ഷൻ ഡി ഈഥൻ ബെൻസീൻ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് എഥനിത്തോൾ ആണ്. ഈഥൈൽ മെർക്യാപിറ്റൽ എന്നും പറയുന്നു. അപ്പം ശരിയായ ഉത്തരം ഓപ്ഷൻ എ എഥനിത്തോൾ. ഇത് ഈഥൈൽ മെർക്യാപിറ്റൽ എന്നും പറയുന്നു. LPG ലീക്ക് ചെയ്താൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രൂക്ഷഗന്ധമുള്ള സൾഫർ സംയുക്തമാണ് എഥനിത്തോൾ. LPG ലീക്കായിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രൂക്ഷഗന്ധമുള്ള സൾഫർ സംയുക്തമാണ് എഥനിത്തോൾ. ഈഥൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിൽ തണുപ്പ് നിലനിർത്താൻ ഉപയോഗിക്കുന്ന വാതകം. ഈഥൻ ഫ്ലൂറൈഡ് ഫ്രിഡ്ജുകളിൽ തണുപ്പ് നിലനിർത്താൻ ഉപയോഗിക്കുന്ന വാതകം. ഈഥൻ ബ്യൂട്ടൻ ഇതൊരു ഓർഗാനിക് ഹൈഡ്രോകാർബൺ സംയുക്തമാണ്. ഈഥൻ ബ്യൂട്ടൻ ഒരു ഓർഗാനിക് ഹൈഡ്രോകാർബൺ സംയുക്തമാണ്. ഈഥൻ ബെൻസീൻ ഇത് പെട്രോ കെമിക്കൽ വ്യവസായങ്ങളിൽ സ്റ്റെറീൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. അപ്പം ഈഥൻ ബെൻസീൻ എന്ന് പറയുന്നത് പെട്രോ കെമിക്കൽ വ്യവസായങ്ങളിൽ സ്റ്റെറീൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. അപ്പം ഗാർഹിക പാചക സിലിണ്ടറിൽ നിന്ന്
LPG ലീക്കായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടി LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥമാണ് എഥനിത്തോൾ അല്ലെങ്കിൽ ഈഥൈൽ മെർക്യാപിറ്റൽ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട CPRന്റെ ശരിയായ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ എ കാർഡിയോ പൾമണറി റെസ്ക്യൂ, ഓപ്ഷൻ ബി കറക്റ്റ് പൾസ് റേറ്റ്, ഓപ്ഷൻ സി കാർഡിയോ പൾമണറി റെസ്ക്യൂസിറ്റേഷൻ, ഓപ്ഷൻ ഡി കാർഡിയോ പ്രിലിമിനറി റെസ്ക്യൂസിറ്റേഷൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത് കാർഡിയോ പൾമണറി റെസ്ക്യൂസിറ്റേഷൻ എന്നതാണ്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കാർഡിയോ പൾമണറി റെസ്ക്യൂസിറ്റേഷൻ. CPRന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി റെസ്ക്യൂസിറ്റേഷൻ എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ CPR നൽകുന്നതിന്റെ ഉദ്ദേശം ഏത്? ഓപ്ഷൻ എ ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്, ഓപ്ഷൻ ബി മുറിവിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് തടയുന്നതിന് വേണ്ടി, ഓപ്ഷൻ സി തൊണ്ടയിൽ കുടുങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്നതിന്, ഓപ്ഷൻ ഡി പൊള്ളലേറ്റ ഭാഗത്തെ വേദന കുറയ്ക്കുന്നതിന് വേണ്ടി. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് CPR നൽകുന്നതിൻ്റെ ഉദ്ദേശം ഓപ്ഷൻ എ ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹൃദയാഘാതമോ മറ്റ് അപകടങ്ങളോ കാരണം ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പും ശ്വാസവും നിലയ്ക്കുമ്പോൾ മസ്തിഷ്കത്തിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള രക്തയോട്ടം പൂർണ്ണമായി നിലയ്ക്കുന്നു. ഈ അടിയന്തര ഘട്ടത്തിൽ നെഞ്ചിൽ അമർത്തിയും കൃത്രിമ ശ്വാസം നൽകിയോ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം താൽക്കാലികമായി നിലനിർത്താനും രക്തയോട്ടം പുനഃസ്ഥാപിക്കാനും സാധിക്കുന്നു. ഇതാണ് CPRന്റെ ഉദ്ദേശം. ഹൃദയാഘാതമോ മറ്റ് അപകടമോ കാരണം ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പും ശ്വാസവും നിലയ്ക്കുമ്പോൾ മസ്തിഷ്കത്തിലേക്കും മറ്റു അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്നു. ഈ സാഹചര്യത്തിൽ നെഞ്ചിൽ അമർത്തിയും കൃത്രിമ ശ്വാസം നൽകിയും ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം താൽക്കാലികമായി നിലനിർത്താനും രക്തയോട്ടം പുനഃസ്ഥാപിക്കാനുമാണ് CPR നൽകുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ശരീരത്തിനുള്ള ഒരു അസ്ഥി പല കഷ്ണങ്ങളായി ഒടിയുന്നത്, ഓപ്ഷൻ ബി ശരീരത്തിനുള്ള ഒരു അസ്ഥി രണ്ടായി ഒടിയുകയും അതിൽ ഒരു ഭാഗം ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് പുറത്തു വരുന്നു. ഇനി ഓപ്ഷൻ സി ശരീരത്തിനുള്ള ഒരു അസ്ഥി രണ്ടായി ഒടിയുന്നത്, ഓപ്ഷൻ ഡി അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഒരെല്ല് പൂർണ്ണമായി രണ്ട് കഷ്ണങ്ങളായിട്ട് മാറാതെ ഈ പച്ചച്ചില്ല മരക്കഷ്ണമൊക്കെ ഒടിയുമ്പോൾ സംഭവിക്കുന്നത് പോലെ, പച്ചച്ചില്ല ഒടിയുമ്പോൾ സംഭവിക്കുന്നത് പോലെ ഒരു വശം മാത്രം ഒടിയും മറുഭാഗം വളഞ്ഞു നിൽക്കുകയും ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനി ശരീരത്തിനുള്ള ഒരു അസ്ഥി പല കഷ്ണങ്ങളായി ഒടിയുന്നത് കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ എന്നാണ് പറയുന്നത്. ഒരു അസ്ഥി പല കഷ്ണങ്ങളായിട്ട് ഒടിയുന്നതിനെ കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നു. ശരീരത്തിനുള്ള ഒരു അസ്ഥി രണ്ടായി ഒടിയുകയും അതിൽ ഒരു ഭാഗം ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് പുറത്തു വരികയും ചെയ്യുന്നതിനെ ഓപ്പൺ അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നു. ഇതിനെ ഓപ്പൺ അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നു. ഇനി ശരീരത്തിനുള്ളിൽ ഒരു അസ്ഥി രണ്ടായി ഒടിയുന്നതിന് ഇത് പൂർണ്ണമായ അസ്ഥി ഭംഗത്തെ അഥവാ കംപ്ലീറ്റ് ഫ്രാക്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. ശരീരത്തിലുള്ള ഒരു അസ്ഥി രണ്ടായി ഒടിയുന്നത് കംപ്ലീറ്റ് ഫ്രാക്ചർ ആണ്. ഒരസ്ഥി രണ്ടായി ഒടിയുകയും അതിലൊരു ഭാഗം ശരീരത്തിന് പുറത്ത് തുളച്ചു വരികയും ചെയ്യുന്നത് ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ. ഒരു ശരീരത്തിലുള്ള ഒരു അസ്ഥി പല കഷ്ണങ്ങളായി ഒടിയുന്നതിന് കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നു. അപ്പം ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം ഒടിയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്നത് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിങ്ങിന്റെ ലക്ഷണമായി പ്രകടിപ്പിക്കുവാൻ സാധ്യത ഇല്ലാത്ത കാര്യം ഏതാണ്? ഓപ്ഷൻ എ കൈകൾ തൊണ്ടയോട് ചേർത്ത് പിടിച്ചിരിക്കുക അല്ലെങ്കിൽ തൊണ്ടഭാഗത്തേക്ക് കൈ ചൂണ്ടി കാണിക്കുക, ഓപ്ഷൻ ബി ശ്വാസം എടുക്കുന്നതിനും സംസാരിക്കുന്നതിനും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക, ഓപ്ഷൻ സി ത്വക്കിന്റെ നിറം ചാരം അല്ലെങ്കിൽ നീല നിറമാവുക, ഓപ്ഷൻ ഡി കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാക്കുക.
ചോക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ആഹാരമോ മറ്റു വസ്തുക്കളോ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാക്കുക. ചോക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയിൽ ഒരു ആഹാര സാധനമോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവോ കുടുങ്ങി ശ്വാസം മുട്ടുണ്ടാകുന്ന അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാവുക. ഇപ്പം കൈകൾ തൊണ്ടയോട് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ചോക്കിംഗ് അനുഭവപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. വായുസഞ്ചാരം തടസ്സപ്പെടുന്നതിനാൽ വ്യക്തിക്ക് സംസാരിക്കുവാനോ ചുമക്കുവാനോ ശ്വാസമെടുക്കാനോ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ത്വക്കിന്റെ നിറം ചാരം അല്ലെങ്കിൽ നീല നിറമാവുക എന്ന് വെച്ചാൽ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് കുറയുന്നത് കൊണ്ട് ചുണ്ടുകളും നാഗങ്ങളും ചർമ്മങ്ങളും നീലയോ ചാരമോ നിറമാവാൻ സാധ്യതയുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ശരീരത്തിൽ പൊള്ളൽ മൂലം ഉണ്ടാകുന്ന കുമിളകൾ അടിയന്തരമായി പൊട്ടിച്ചു കളയണം. ഓപ്ഷൻ ബി, ശരീരത്തിൽ പാമ്പ് കടിയേറ്റാൽ പാമ്പ് കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. ഓപ്ഷൻ സി, മുറിവിൽ നിന്ന് രക്തസ്രാവം ഉള്ള പക്ഷം വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് മുറിവുള്ള ഭാഗത്ത് അമർത്തി പിടിക്കേണ്ടതാണ്. ഓപ്ഷൻ ഡി, അസ്ഥിഭംഗം സംഭവിച്ച ഭാഗത്ത് പലക പോലെ ബലമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ബലപ്പെടുത്തി പരിക്കേറ്റ ഭാഗം അനങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിൽ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തത്. പൊള്ളലേറ്റ ഭാഗത്തെ ചർമ്മത്തിന് താഴെ രൂപപ്പെടുന്ന കുമിളകൾ ഒരിക്കലും സ്വന്തമായി പൊട്ടിക്കാൻ പാടില്ല. ഈ കുമിളകൾ അതിനടിയിലുള്ള പുതിയ ചർമ്മത്തെ അണുബാധകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു സ്വാഭാവിക കവചമാണ്. അപ്പോൾ ഇവ പൊട്ടിക്കുന്നത് വഴി മുറിവിൽ അണുക്കൾ പ്രവേശിക്കുകയും പഴുപ്പുണ്ടാകുകയും ചെയ്യുന്നു. ശരീരത്തിൽ പൊള്ളൽ ഏറ്റത് മൂലമുണ്ടാകുന്ന കുമിളകൾ അടിയന്തരമായി പൊട്ടിച്ചു കളയണമെന്ന ഓപ്ഷനാണ് ഇതിൽ ശരിയല്ലാത്തത്. വിഷം ചർമ്മത്തിന് മുകളിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും അണുബാധ ഒഴിവാക്കാനും കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് മൃദുവായി കഴുകുന്നത് പാമ്പ് കടിയേറ്റാൽ നല്ലതാണ്. അതുപോലെ തന്നെ രക്തസ്രാവമുള്ള പക്ഷം വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് ആ ഭാഗത്ത് നേരിട്ട് അമർത്തി പിടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. അസ്ഥി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒടിവുണ്ടായ ഭാഗം കൂടുതൽ അനങ്ങാതിരിക്കാൻ പലകയോ സ്പ്ലിന്റോ പോലുള്ള ബലമുള്ള വസ്തുക്കൾ വെച്ച് കെട്ടിയുറപ്പിക്കുന്ന വേദന കുറയ്ക്കാനോ കൂടുതൽ പരിക്കുകൾ ഒഴിവാക്കാനും സഹായിക്കുന്ന രീതിയാണ്. ഹൃദയത്തിന്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇതിന്റെ ശരിയായ പൂർണ്ണരൂപം ഏത്? അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ള ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്നാണ്. അപ്പം ഓട്ടോമേറ്റഡ് എന്ന് വെച്ചാൽ രോഗിയുടെ ഹൃദയമിടിപ്പ് ഉപകരണം സ്വയം പരിശോധിച്ച് ഷോക്ക് നൽകണോ വേണ്ടയോ എന്ന് നിർദ്ദേശിക്കുന്നു. എക്സ്റ്റേണൽ ശരീരത്തിന് പുറത്ത് പാഡുകൾ ഒട്ടിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. ഡിഫിബ്രിലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ അസാധാരണമായ അടിയന്തരാവസ്ഥകളിൽ കൃത്യമായ അളവിൽ വൈദ്യുത തരംഗങ്ങൾ നൽകി ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ്. അപ്പോൾ AEDന്റെ ഫുൾ ഫോം എന്ന് പറയുന്ന ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്നാണ്. ഇത് CPR നൽകുന്നതിനോടൊപ്പം ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അത്യാവശ്യമായ ഉപകരണമാണ് AED എന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം എന്ത്? ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് കടത്തിവിടുന്നു. ശ്വസിക്കുന്ന വായുവിനെ ശുദ്ധീകരിക്കുന്നു. ശ്വാസകോശത്തിലെത്തുന്ന വായുവിൽ നിന്ന് ഓക്സിജനെ വേർതിരിക്കുന്നു. അപ്പം എപ്പിഗ്ലോട്ടിസിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഭക്ഷണവും വെള്ളവും ശ്വസനനാളിയിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയാണ് ചെയ്യുന്നത്. ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള ഇലയുടെ ആകൃതിയുള്ള ഒരു ചെറിയ തരുണാസ്ഥി പാളിയാണ് എപ്പിഗ്ലോട്ടിസ്. ഇതിനെ മലയാളത്തിൽ ഉപജിഹ്വ എന്ന് വിളിക്കുന്നു. നമ്മൾ വായു ശ്വസിക്കുമ്പോൾ ഇത് തുറന്നിരിക്കുകയും വായുവിനെ ശ്വാസകോശത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുമ്പോൾ ഇത് ശ്വാസനാളത്തിന്റെ ദ്വാരം സ്വയം അടയ്ക്കുന്നുണ്ട്. ഇങ്ങനെ അടയുന്നതിലൂടെ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോകാതെ നേരെ ആഹാരനാളിയിലേക്ക് പോകുന്നു.
നമ്മൾ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പിഗ്ലോട്ടിസ് കൃത്യമായി അടയാതിരിക്കുകയും ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറി തൊണ്ടയിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടുകയോ ചെയ്യുന്നുണ്ട്. ഇനി ശ്വസിക്കുന്ന വായുവിനെ ശുദ്ധീകരിക്കുന്നത് മൂക്കാണ്. അപ്പം കൂടുതൽ മൂക്കിലൂടെ ഉള്ളിലേക്ക് പോകുന്ന വായുവിനെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് ശ്വാസകോശത്തിലേക്ക് എത്തിക്കാൻ ശ്വാസനാളം സഹായിക്കുന്നു. അതുപോലെ തന്നെ ശ്വാസകോശത്തിലെത്തുന്ന വായുവിൽ നിന്ന് ഓക്സിജനെ വേർതിരിക്കുന്നത് ആൽവിയോളെ എന്ന് പറയുന്ന വായു അറകളാണ്. ശ്വാസകോശത്തിലെ ഏറ്റവും അവസാന ഭാഗത്തുള്ള മുന്തിരിക്കുലകൾ പോലെ കാണപ്പെടുന്ന ചെറിയ വായു സഞ്ചികളാണിവ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പ് കടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ 1 പാമ്പിന്റെ പല്ലുകൾ ഇറങ്ങിയതിന്റെ പാടുകൾ. കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന. കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുമപ്പ് നിറവും. മനം പുരട്ടലും ഛർദിയും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാമ്പ് കടിയേറ്റതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാം. അപ്പം വിഷമുള്ള പാമ്പാണോ അല്ലയോ എന്നതിനനുസരിച്ചും അത് ഏത് തരം വിഷമാണെന്നതിനെ അനുസരിച്ചും ആയിരിക്കും ഈ ലക്ഷണങ്ങളിൽ വ്യത്യാസം വരുന്നത്. പാമ്പ് കടിയേറ്റാൽ മേൽപ്പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏത് തരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? സിരകൾ മുറിഞ്ഞുള്ള രക്തസ്രാവം, സൂക്ഷ്മ രക്തക്കൊള്ളുകളിൽ നിന്നുള്ള രക്തസ്രാവം, ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം, മേൽപ്പറഞ്ഞവയൊന്നുമല്ല. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവമാണ്. അപ്പം ധമനികൾ എന്നാൽ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ധമനികളാണ്. ഹൃദയമിടിപ്പിന്റെ ഉയർന്ന മർദ്ദത്തിലാണ് ഇതിലൂടെ രക്തം ഒഴുകുന്നത്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ധമനികളാണ്. ഇത് ശക്തിയെ തെറിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ധമനികൾക്ക് മുറിവേൽക്കുമ്പോൾ ഹൃദയമിടിപ്പിന്റെ താളത്തിനനുസരിച്ചിട്ട് രക്തം പുറത്തേക്ക് ശക്തിയായി തെറിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ നിറത്തിന് കാരണം ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് ഈ രക്തത്തിന് കടും ചുവപ്പ് നിറമുണ്ടാകും. സിരകൾ മുറിഞ്ഞുള്ള രക്തസ്രാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തം തുടർച്ചയായിട്ട് തെറിക്കില്ല, പകരം തുടർച്ചയെ ഒരേ അളവിൽ ഒലിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓക്സിജൻ കുറഞ്ഞ രക്തമായതിനാൽ കറുപ്പ് കലർന്ന ചുവപ്പ് നിറമായിരിക്കും. ഇനി സൂക്ഷ്മ രക്തക്കൊള്ളുകളിൽ നിന്നുള്ള രക്തസ്രാവമാണെങ്കിൽ ചെറിയ പോറലുകളിലും മുറിവുകളിലും ഉണ്ടാകുന്ന രക്തസ്രാവമാണിത്. ഇത് രക്തം പതിയെ പൊടിഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. അപ്പം രക്തശക്തിയെ പുറത്തേക്ക് തെറിക്കുന്നത് ആണെങ്കിൽ ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം ആയിരിക്കും. മനു തന്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിന്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കാനും വേണ്ടി മനുവിന്റെ സഹപ്രവർത്തകൻ വീണു ശ്രമിക്കുന്നു. ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് മറ്റൊരു സഹപ്രവർത്തകനായ വരുൺ ആണ്. വിനു മനുവിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് കൈകടത്തൽ. ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വയ്ക്കുക. കമ്പ്യൂട്ടർ സി സ്വകാര്യ ലംഘനം. ഓപ്ഷൻ ഡി സൈബർ തീവ്രവാദം. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വയ്ക്കുക എന്നാണ്. അപ്പം ഇന്ത്യൻ IT ആക്ട് പ്രകാരം സെക്ഷൻ 43, 66 എന്നിവ പ്രകാരം ഒരാളുടെ അനുമതിയില്ലാതെ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കയറ്റി ഡാറ്റയോ ഫയലുകളോ നശിപ്പിക്കുന്നതിന് കമ്പ്യൂട്ടറിനും സിസ്റ്റത്തിനും നാശനഷ്ടം വരുത്തുന്ന ഗുരുതരമായ സൈബർ കുറ്റമായി കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വെക്കുക എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് കൈകടത്തൽ ഒരു സോഫ്റ്റ്വെയറിന്റെ നിർമ്മാണ കോഡ് മോഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ കുറ്റം പറയുന്നത്. സ്വകാര്യത ലംഘനം ഒരാളുടെ അനുമതിയില്ലാതെ സ്വകാര്യ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ. സൈബർ തീവ്രവാദം രാജ്യത്തിന്റെ പരമാധികാരത്തെയോ സുരക്ഷയോ ബാധിക്കുന്ന തരത്തിലുള്ള ഹാക്കിങ്ങുകളും ആക്രമണങ്ങളും ആണ്
നടത്തുമ്പോഴാണ് ഈ കുറ്റം ചുമത്തുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരന്റെ അക്കൗണ്ടിൽ നിന്നും 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏത്? ഓപ്ഷൻ എ തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. ഓപ്ഷൻ ബി സ്വകാര്യ ലംഘനം. ഓപ്ഷൻ സി ഹാക്കിംഗ്. ഓപ്ഷൻ ഡി അധികാര ദുർവിനിയോഗം ചെയ്ത് രഹസ്യഭാവത്തിന്റെയും സ്വകാര്യതയുടെയും ലംഘനം. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരാളുടെ പാസ്വേഡ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നിവ ചോദിച്ചറിഞ്ഞിട്ട് ദുരുപയോഗം ചെയ്യുന്നതിനെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്.